തന്റെ ഓഫീസ് മുറിയിൽ കണ്ടെത്തിയ ബോക്സിൽ നെഫ്രോസ്കോപ്പുകളാണുള്ളതെന്ന് ഡോക്ടർ ഹാരിസ്. റിപ്പയർ ചെയ്യാൻ അയച്ച ഉപകരണങ്ങളാണിത്. തകരാർ പരിഹരിക്കാൻ 2 ലക്ഷം രൂപ കമ്പനി ആവശ്യപ്പെട്ടു. അത്രയും പണമില്ലാത്തതിനാൽ ഉപകരണങ്ങൾ തിരിച്ചയച്ചതാണെന്നും ഡോക്ടർ ഹാരിസ് വിശദീകരിച്ചു. സിജോ വി ജോൺ ചേരുന്നുണ്ട്. സിജോ, ഇപ്പോൾ ഒരു വ്യക്തത എന്താണ് പെട്ടിക്കകത്ത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിരിക്കുന്നു. പക്ഷേ അതിൽ പ്രിൻസിപ്പൽ ഉൾപ്പെടെ പറഞ്ഞിരുന്ന സംശയം എന്തായിരുന്നു? ഇപ്പോൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പുതിയ വിവരങ്ങൾ? ഇന്ന് രാവിലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളും സൂപ്രണ്ടും മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഒരു കാര്യം പറഞ്ഞത്, കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയപ്പോൾ അന്ന് കാണാതെ പോയ ഒരു ഉപകരണം കണ്ടെത്തിയിരുന്നു. അതിനുശേഷം രണ്ടാമത്തെ തവണ ആ പരിശോധനയുമായി മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ അന്ന് ഉണ്ടാകാതിരുന്ന മറ്റൊരു ബോക്സ് അവിടെ കണ്ടു. അത് നോക്കിക്കഴിഞ്ഞപ്പോൾ അത് പുതിയൊരു ഉപകരണമാണ് എന്നുള്ളതാണ് കണ്ടത്. അപ്പോൾ നെഫ്രോസ്കോപ്പുകളായിരുന്നു എന്നാണ് പറയുന്നത്. ആ നെഫ്രോസ്കോപ്പുകൾ തുറന്നു നോക്കിക്കഴിഞ്ഞപ്പോൾ അതിന്റെ ഒപ്പം ഒരു ലെറ്റർ കൂടി ഉണ്ടായിരുന്നു. ആ ലെറ്റർ എന്ന് പറയുന്നത് നേരത്തെ കാണാതെ പോയ ഉപകരണവുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ ഒരു കുറിപ്പാണ് ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. 2-ാം തീയതിയാണ് അത്തരത്തിലുള്ള ഒരു ഡേറ്റ് ഇട്ടാണ് വന്നത്. അത് ഓസിലോസ്കോപ്പ് ആണ് ഉണ്ടായിരുന്നത്. എറണാകുളത്ത് നിന്ന് 2-ാം തീയതി ഒരു രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഡേറ്റ് ഇട്ടിരിക്കുന്ന ഒരു കുറിപ്പാണെന്നാണ് പറഞ്ഞത്, ഒരു ബില്ലാണെന്നാണ് പറഞ്ഞിരുന്നത്. അതാണ് ഒരു സംശയത്തിന് ഇടയാക്കിയിരുന്നത്. അന്ന് ഉണ്ടാകാതിരുന്ന ഒരു ബോക്സ് ഇതിനകത്ത് കാണുകയും അതിൽ ഈ നെഫ്രോസ്കോപ്പ് മോസിലോസ്കോപ്പ് ആണ് എന്റെ പേരിൽ ഒരു ബില്ല് വരികയും ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാണ് ഈ ഡോക്ടർ ഇപ്പോൾ ഒരു വിശദീകരണം നൽകുന്നത്. ആ ബോക്സിൽ കണ്ടത് നെഫ്രോസ്കോപ്പുകളാണ്. അത് പഴയതാണ്. അതിവിടെ ഉപയോഗിച്ചിരുന്ന നെഫ്രോസ്കോപ്പുകൾ റിപ്പയർ ചെയ്യാൻ വേണ്ടി എറണാകുളത്തേക്ക് അയച്ചതാണ്. അതിന് 2 ലക്ഷം രൂപയാണ് ഈ തകരാറ് പരിഹരിക്കുന്നതിന്റെ കമ്പനി ആവശ്യപ്പെട്ടത്. അത്രയും പണമില്ലാത്തതിനാൽ തിരിച്ചയക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് അത് ഇങ്ങോട്ട് തിരിച്ചയക്കുന്നത്. അതാണ് ആ റൂമിൽ കണ്ടതെന്നുള്ള ഒരു വിശദീകരണമാണ് ഇപ്പോൾ ഡോക്ടർ ഹാരിസ് നൽകുന്നത്. അപ്പോഴും ചില കാര്യങ്ങൾ അവശേഷിക്കുന്നു. കാരണം ഈ ഡോക്ടർ ഹാരിസ് പോകുമ്പോൾ ഡോക്ടർ ഹാരിസിന്റെ റൂമിന്റെ കീ കൊടുത്തിരുന്നത് ഡോക്ടർ റോയ്ക്കാണ്. ആ ഡോക്ടർ റോയ് ഈ കീ ഇവർക്കല്ലാതെ സൂപ്രണ്ടിനും പ്രിൻസിപ്പലിനും അല്ലാതെ കൈമാറിയിട്ടില്ല എന്ന് ഡോക്ടർ റോയ് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അന്ന് ഉണ്ടാകാതിരുന്ന ആ ബോക്സ് എങ്ങനെയാണ് ഇതിനകത്ത് കയറിയെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതിന് CCTV ദൃശ്യങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ റൂമിലേക്ക്, ഇയാളുടെ റൂമിലേക്ക് ആളുകൾ കയറിയതിന് CCTV ദൃശ്യം ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആരാണ് അത് കയറിയത്, എന്തിനങ്ങനെ കയറി, അനുമതിയില്ലാതെ എന്തിന് കയറി എന്നുള്ള കൃത്യമായ വിവരങ്ങൾ കൂടി ഇനി പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും ഡോക്ടർ ഹാരിസിനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന വാദങ്ങൾ തന്നെയായിരുന്നു രാവിലെ പ്രിൻസിപ്പളും അതോടൊപ്പം തന്നെ സൂപ്രണ്ടും ഉന്നയിച്ചത്. അതിന് കൃത്യമായ ഒരു മറുപടിയാണ് ഇപ്പോൾ ഡോക്ടർ ഹാരിസ് നൽകുന്നത്. സിജോ, ഇതിൽ വകുപ്പ് ഏത് തരത്തിലായിരിക്കും അന്വേഷണം നടത്തുക? ഇന്നിപ്പോൾ പ്രിൻസിപ്പളും സൂപ്രണ്ടും ഉന്നയിച്ച ഇല്ലെങ്കിൽ അവർ സംശയിച്ച ചില കാര്യങ്ങളുണ്ട്. CCTVയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളുണ്ട്. ആരാണ് ആ റൂമിൽ കയറിയത് എന്ന് ഇപ്പം ഈ സംഘടനയുടെ ഗ്രൂപ്പിൽ ഡോക്ടർ ഹാരിസ് അത് ജൂനിയേഴ്സ് ആണ് എന്ന് പറയുന്നുണ്ടെങ്കിലും അതിലൊരു വ്യക്തത വരേണ്ടതുണ്ട്. ഏത് തരത്തിലൊരു അന്വേഷണത്തിലേക്കായിരിക്കും വകുപ്പ് ഈ വിഷയത്തിൽ കടക്കുക? ഇനി ഈ ആരോപണത്തിന്റെ നിഴലിൽ നിർത്തുന്ന അല്ലാതെ ഈ കാര്യത്തിന്റെ കൃത്യമായ ഒരു അന്വേഷണം നടത്തണമെന്നുള്ള താല്പര്യം മെഡിക്കൽ കോളേജ് അധികൃതർക്കും ഉണ്ടെന്ന് തോന്നില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഇങ്ങനെ അനുമതിയില്ലാതെ ഒരാൾ അതിനകത്ത് കയറിയിട്ട് 24 മണിക്കൂർ കഴിഞ്ഞിട്ടും ഞങ്ങൾ ഇതിന്റെ ഒരു ചില സാങ്കേതികപരമായ നടപടികളുണ്ട് അന്വേഷണം നടക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് രാവിലെ പ്രിൻസിപ്പളും അതോടൊപ്പം തന്നെ സൂപ്രണ്ട് പറഞ്ഞത്. അതായത് നമ്മൾ ആവർത്തിച്ച് ചോദിച്ചു, ഇത് എന്തുകൊണ്ടാണ് നിങ്ങൾ പോലീസിൽ പരാതി നൽകാതിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറയുന്നത് ഞങ്ങൾക്ക് ഇത് വകുപ്പിനെ അറിയിക്കണം, വകുപ്പിനെ അറിയിച്ചതിന് ശേഷം മാത്രമേ പോലീസിനെ അറിയിക്കാൻ പറ്റുള്ളൂ. അത് അത്രത്തോളം ലാഘവത്തോടെയാണ് ഈ വിഷയത്തെ കാണുന്നത് എന്നുള്ളതാണ്. അതിന് പ്രധാനപ്പെട്ട കാരണമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ അന്വേഷണവും മറ്റു നടപടികളുമായി പോയി കടുത്ത നടപടികളിലേക്ക് എന്തായാലും പോവില്ല. അതേസമയം തന്നെ ഒരു ഡോക്ടർ ഹാരിസിനെ ഇങ്ങനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന ചില വാദങ്ങൾ ഉന്നയിക്കുക, അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഒരു സമൂഹത്തിനിടയിൽ ഒരു തെറ്റായ ഒരു പ്രചരണം ഉണ്ടാക്കുക എന്നുള്ള ഒരു ബോധപൂർവമായ ശ്രമമാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ വെളിപ്പെടുത്തൽ വന്നതിന് പിന്നാലെ സർവീസ് ചട്ടങ്ങളുടെ ലംഘനമുണ്ട് എങ്കിൽ പോലും ഒരു രോഗികളുടെ ബുദ്ധിമുട്ട് വിഷമം കണ്ടിട്ടാണ് അദ്ദേഹം ഡോക്ടർ ഈ തരത്തിലൊരു തുറന്നു പറച്ചിലേക്ക് പോയത്. ഡോക്ടർ ഹാരിസിന് വലിയ രീതിയിലുള്ള ഒരു ജനപിന്തുണ ഈ വിഷയത്തിൽ കിട്ടിയിരുന്നു. അപ്പൊ കടുത്ത നടപടികളുമായി എന്തായാലും പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് അല്ല, ഡോക്ടർ ഹാരിസ് ഇതിലൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നുണ്ടോ? കാരണം ഈ ഉപകരണം കാണാതായി എന്ന് പറയപ്പെടുന്ന ഉപകരണം 2 വർഷം മുമ്പ് ഉള്ള സംഭവമാണെന്നൊക്കെ ഡോക്ടർ ഹാരിസ് നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിച്ചതാണ്. പക്ഷേ ഇന്നിപ്പോൾ പ്രിൻസിപ്പൽ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഡോക്ടർ ഹാരിസ് HOD ആയിരുന്ന സമയത്താണ് അത് കാണാതായിരിക്കുന്നത് എന്ന രീതിയിലാണ്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന റിപ്പോർട്ടിലും പിന്നീട് മന്ത്രി സംസാരിച്ചതുമൊക്കെ ഡോക്ടർ ഹാരിസ് ഉണ്ടായിരുന്ന സമയം എന്നുള്ള രീതിയിലാണ്. അങ്ങനെയെങ്കിൽ
ഡോക്ടർ ഹാരിസ് നമ്മളോട് അന്ന് പറഞ്ഞതും ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നതുമായ കാര്യത്തിൽ ഒരു അവ്യക്തതയില്ലേ? ആ വിഷയത്തിൽ ഒരു ക്ലാരിറ്റി ഇനിയും വരേണ്ടതുണ്ട്. കാരണം ആദ്യം മുതൽ തന്നെ ഡോക്ടർ ഹാരിസ് പറയുന്നത് 2 വർഷം മുമ്പുള്ള ഉപകരണമാണ്, താൻ ഇതിന്റെ ചുമതല ഏറ്റെടുത്തിട്ട് 1 വർഷമായി എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ ഇന്ന് പ്രിൻസിപ്പളും സൂപ്രണ്ടും പറയുന്നത് അങ്ങനെയല്ല. ഈ ഡോക്ടർ ഹാരിസ് HOD ആയിരുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഉപകരണം വാങ്ങുന്നതും അത് ഇത് ഉപയോഗിക്കാതിരിക്കുന്ന എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പൊ അന്വേഷണ റിപ്പോർട്ട് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഡോക്ടർ ഹാരിസ് ഇങ്ങനെ പറഞ്ഞു. ഡോക്ടർ ഹാരിസ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ ഒരു ഉപകരണം കാണാതായിട്ടുണ്ട് എന്നുള്ള ആ അന്വേഷണ റിപ്പോർട്ടിന്റെ ഭാഗമാണ്. അതൊരു പക്ഷേ ഈ പറയുന്നത് പോലെ അന്വേഷണ റിപ്പോർട്ട് നമുക്ക് കോട്ട് ചെയ്ത് പറയാമെങ്കിൽ പോലും അത് ശരിയാണോ, അതിലെ വസ്തുത എന്താണെന്നുള്ളത് ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. അക്കാര്യത്തിലുള്ള ഒരു ക്ലാരിറ്റി ഡോക്ടർ ഹാരിസ് തന്നെ നൽകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അതായത് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കേണ്ട ഒരു നിലപാടുകളിലേക്ക് അല്ലെങ്കിൽ ഒരു സമീപനത്തിലേക്ക്, ഒരു പ്രസ്താവനയിലേക്ക് ഡോക്ടർ ഹാരിസ് ബോധപൂർവ്വം പോകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇത്തരത്തിലുള്ള ആദ്യഘട്ടം മുതലുള്ള ആരോപണങ്ങൾ വരുമ്പോൾ അതിന് കൃത്യമായൊരു ക്ലാരിറ്റി ഡോക്ടർ ഹാരിസ് നൽകുകയും ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ഡോക്ടർ ഹാരിസ് മാധ്യമങ്ങളോട് സംസാരിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ള വസ്തുതപരമായ കാര്യമാണ്. പക്ഷേ ഇന്നലെ ഡോക്ടർമാരുടെ ഗ്രൂപ്പിലടക്കം തനിക്ക് ഇക്കാര്യത്തിലുള്ള തന്റെ നിലപാടൊക്കെ വളരെ വ്യക്തമായി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഡോക്ടർ ഹാരിസ് ഒരു ചികിത്സയിലാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മെഡിക്കൽ അവധിയിലാണ് ഇപ്പോൾ പോയിരിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ നാളെയോടുകൂടി ഡോക്ടറുടെ അവധി കഴിയും. അതിനുശേഷം ഇത് മടങ്ങിയെത്തിയതിനു ശേഷം അതിലൊരു വ്യക്തത വരാൻ